മാധ്യമപ്രവർത്തകരെല്ലാവരും ചേർന്ന് പോയല്ലോ ഒരമ്മയെ കാണാൻ. ആ അമ്മ പൈസ വാങ്ങി എന്നായിരുന്നു ആദ്യത്തെ കമന്റ്. കാള പെറ്റു എന്ന് കേൾക്കുമ്പോഴേക്കും കയറെടുത്തോടി. അത് കഴിഞ്ഞ് അമ്മയുടെ വീട്ടിലേക്ക് പോയി. 70 വയസ്സ് കഴിഞ്ഞ മകന് മാനസിക അസുഖമുള്ള, ഒരു ജോലി പോലും ചെയ്യാൻ പറ്റാത്ത, ഒരു വരുമാനവും കുടുംബത്തിലില്ലാത്ത ഒരു പാവപ്പെട്ട സാധു സ്ത്രീ അമ്മയെ അവർ തന്നെ പറഞ്ഞു, ഞാൻ ഏത് സ്ഥാനാർത്ഥി വന്നാലും മരുന്നിന് പണം ചോദിക്കുന്ന ഒരാളാണ് എന്ന് അവര് തന്നെ പറഞ്ഞു. പക്ഷെ എന്താ റിപ്പോർട്ട് പുറത്തു വന്നത്? ആ അമ്മയ്ക്ക് പണം നൽകി. ആരാണ് പണം നൽകിയത്? പണം നൽകിയതിന്റെ രേഖ എവിടെയാണ്? ഉണ്ടായില്ല. പക്ഷെ വലിയ രീതിയിൽ നിങ്ങൾ ഒരു കഥ കെട്ടിച്ചമച്ച് അത് കേരളത്തിന്റെ മണ്ണിൽ നിങ്ങൾ പടർത്താൻ ശ്രമിച്ചു. ശോഭാ സുരേന്ദ്രന്റെ സ്റ്റിക്കർ ഒട്ടിച്ച ഒരു ഇന്നോവ കാറല്ല പാലക്കാടിന്റെ മണ്ണിൽ ഓടിക്കൊണ്ടിരിക്കുന്നത്. നിരവധി കാറുകൾ അവിടെ യാത്ര ചെയ്യുന്നുണ്ട്, നിരവധി കാറുകൾ ഓടുന്നുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം അമ്മ പറഞ്ഞത് എന്തുകൊണ്ട് നിങ്ങൾ വാർത്തയാക്കിയില്ല? എനിക്ക് പണം തന്നിട്ടില്ല. 2 ചെറുപ്പക്കാർ അവിടെ പത്രസമ്മേളനം നടത്തുന്ന എന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ആ 2 ചെറുപ്പക്കാരിൽ ഒരാൾ ആ പ്രദേശത്തെ കോൺഗ്രസിന്റെ ബ്ലോക്ക് സെക്രട്ടറിയെ സഹോദരനാണ്. മാധ്യമപ്രവർത്തകർ പരിശോധിക്കണം. അപ്പൊ കോൺഗ്രസിന്റെ ബ്ലോക്ക് സെക്രട്ടറിയുടെ സഹോദരൻ അമ്മയുടെ മകനും ചേർന്നുകൊണ്ട് നടത്തിയ പത്രസമ്മേളനത്തിന്റെ വാർത്തയ്ക്ക് ഒരു പ്രസക്തിയും അവിടെ ഉണ്ടായില്ല. എന്താണ് ഇതിനർത്ഥം? ഇതെല്ലാം നിലനിൽക്കുന്ന പാലക്കാടിൽ ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം നൽകുന്ന ശോഭാ സുരേന്ദ്രനെ വേട്ടയാടാൻ വേണ്ടി ജമാഅത്ത് ഇസ്ലാമിയുടെ തണലും പറ്റിക്കൊണ്ട് ഒരു മാധ്യമ സിൻഡിക്കേറ്റ് പ്രവർത്തിക്കുകയാണ്. ആ മാധ്യമ സിൻഡിക്കേറ്റിന്റെ കേരളത്തിൽ ആകമാനമുള്ള പ്രവർത്തനം, ആ പ്രവർത്തനത്തിലുള്ള മറുപടി മെയ് മാസം 4-ാം തീയതി കഴിഞ്ഞാൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്.